കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത്. അകം പൊള്ളിക്കുന്ന രാഷ്ട്രീയ ചൂടിനൊപ്പം പുറം പൊള്ളിക്കുന്ന മീനച്ചൂടും സഹിച്ചാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണ രംഗത്തുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കൂട്ടാൻ രാപ്പകലില്ലാതെ പരിശ്രമിക്കുമ്പോൾ 35 വർഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹവുമായി LDFിലെ MV ബാലകൃഷ്ണനും രംഗത്തുണ്ട്. NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കം മണ്ഡലത്തിൽ പ്രചരണം നടത്തിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും LDF കൺവീനർ EP ജയരാജനും പ്രചരണ രംഗത്ത് എത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കൾ പ്രചരണത്തിനെത്തും. അതിനിടെ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ശരിയായ ദിശയിലാണെന്നും വരും ദിവസങ്ങളിലും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകർ വിലയിരുത്തി. പൊതുയിടങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച 9443 പ്രചരണ സാമഗ്രികൾ അധികൃതർ നീക്കം ചെയ്തു.